എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഞായറാഴ്ച വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. വരും അധ്യായങ്ങളിൽ ഓരോ ദിവസവും എപ്രകാരമാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നതിൻ്റെ അധ്യായം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഞായറാഴ്ച വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. ഏതൊരാൾക്കും എടുക്കാവുന്ന വ്രതമാണ് ഞായറാഴ്ച വ്രതം. ആദിത്യ പ്രീതികരമാണിത്. ആദിത്യ ദശാകാലത്തുണ്ടാകുന്ന ദോഷപരിഹാരത്തിന് ഞായറാഴ്ച വ്രതം ഉത്തമമാണ്. ഏത് ദിവസമാണോ നമ്മൾ വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തലേദിവസം തൊട്ടേ നമ്മൾ കാര്യങ്ങൾ നോക്കി തുടങ്ങേണ്ടതാണ്. അതായത് ഞായറാഴ്ചയാണ് വ്രതമെടുക്കുന്നത് എങ്കിൽ ശനിയാഴ്ച നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുവാൻ പാടില്ല. കഴിവതും ഒരു നേരം നോക്കുക. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഞായറാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി സൂര്യനെ നമസ്കരിച്ച് നവക്ഷേത്രത്തിലെ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അന്നേ ദിവസം ഉപ്പ്, എണ്ണ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അന്നേ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് വരെ ആദിത്യ ഹൃദയം അതുപോലെ ആദിത്യ സ്തുതികൾ എന്നിവ ജപിക്കുക. സൂര്യാസ്തമയം കഴിഞ്ഞ് ഇവയൊന്നും ജപിക്കാൻ പാടില്ല. വ്രതമനുഷ്ഠിക്കുന്ന ദിവസം ഒരു കാരണവശാലും ഉച്ചയ്ക്കൊന്നും കിടന്ന് ഉറങ്ങാൻ പാടില്ല. കഴിയുന്നത്ര മന്ത്രജപങ്ങളും നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ വൈകുന്നേരങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ഉത്തമമാണ്. ഇപ്രകാരമാണ് സാധാരണ രീതിയിലുള്ള വാരവ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ചില ആൾക്കാർ ജലം പോലും കുടിക്കാതെ വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട്. എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം വ്രതങ്ങൾ എടുക്കുവാനായിട്ട്. വരും ദിവസങ്ങളിൽ മറ്റ് ദിവസങ്ങളിൽ എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നതിൻ്റെ അധ്യായം പങ്കുവെക്കുന്നുണ്ട്. കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.